ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 8 ശ്ലോക 5. ദിനാവസാനേ അധ സരോജയോനിഃ സുഷുപ്തികാമഃ ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തദാ ഇദം ഏക ആർണവം ആസ വിശ്വം. ദിന ദിവസം, അവസാനേ അവസാനത്തിൽ, അധ അനന്തരം, സരോജയോനിഹി ബ്രഹ്മാവ്, സുഷുപ്തികാമഹ ഉറങ്ങാൻ ആഗ്രഹിച്ച്, ത്വയി ഭഗവാനിൽ, സന്നിലില്ലേ ലയിച്ച്, ജഗന്ധി ലോകം മുഴുവൻ, ച ചേർന്ന്, ത്വത് ഭഗവാന്റെ, ജഠരം ഉദരത്തിൽ, സമീയുഹു ലയിച്ച്, തഥാ അങ്ങനെ, ഇതം ഈ വിധം, ഏക ഒരു, ആർണവം സമുദ്രം, അസ ആയിട്ട്, വിശ്വം ലോകം. ഈ ദശകത്തിൽ നമ്മൾ പ്രളയ വർണ്ണനയെ കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ എങ്ങനെയാണോ ബ്രഹ്മാവിന് ഓരോ സൃഷ്ടി നൽകുന്നതിനും ആ ഒരു പ്രേരണ നൽകിയത്, ആ ഓരോ കൽപ്പ അവസാനത്തിലും ഒരു ദിവസം ആ ബ്രഹ്മാവ് ഓരോരോ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ട് അനന്തരം ഉറങ്ങാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ ഭഗവാനിൽ ലയിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്ന ഈ ലോകം മുഴുവനും ഭഗവാന്റെ ഉദരമാകുന്ന സമുദ്രത്തിൽ ലയിപ്പിച്ചു. അങ്ങനെ ഈ ഒരു ലോകം ആ സമുദ്രത്തിൽ അടിയിൽ, അതായത് ആ ജലത്തിൽ അങ്ങനെ നിമഗ്നമായി ഇരുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഈ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ ഒരു ഉറക്കത്തിന് വേണ്ടി ആ ബ്രഹ്മാണ്ടത്തെ മുഴുവനും, പ്രപഞ്ചത്തെ മുഴുവനും സാക്ഷാൽ ഭഗവാന്റെ ഉദരമാകുന്ന സമുദ്രത്തിൽ അങ്ങനെ മുങ്ങി അതിൽ ലയിപ്പിച്ചുകൊണ്ട് താനും ഭഗവാനിൽ ലയിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ പ്രതിപാദ്യം. ദിനാവസാനേത സരോജയോനിഃ സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തദേകമേകാർണവമാസവശ്വം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.